Hello students, welcome to Bright Future Tuition channel. Today here we are checking class for 9th standard students. 9th standard Social Science Text 1 Part 1 Medieval Chapter 1 Medieval World Centers of Power. So before taking class I want to tell you that it's an English medium class. ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. വിക്ടേഴ്സ് ചാനലിൽ മലയാളം മീഡിയം അല്ലെങ്കിലും അവർ മെയിൻ മലയാളത്തിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. മലയാളം സ്പീക്കിംഗ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ടോക്കിംഗ് ഒക്കെ മലയാളം ആയതുകൊണ്ട് തന്നെ നമ്മൾ CBSEയിൽ നിന്ന് പെട്ടെന്ന് കേരള സിലബസ് ചേഞ്ചായ സ്റ്റുഡൻസിനൊക്കെ അതൊരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. സോ ആ ഒരു പ്രോബ്ലം അകറ്റാനാണ് ഞങ്ങൾ ഇംഗ്ലീഷിൽ ഈ ട്യൂഷൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ഒരു ഇംഗ്ലീഷ് മീഡിയം ചാനലാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. ചാപ്റ്റർ 1 മെഡീവൽ വേൾഡ് സെൻറ്റേഴ്സ് ഓഫ് പവർ. സോ അത് ഒരു പാരഗ്രാഫാണ്. GD ബേണലിൻ്റെ സയൻസ് ആൻഡ് ഹിസ്റ്ററിയിൽ നിന്നെടുത്ത ഒരു പാരഗ്രാഫ്. ഇതിൽ മിഡീവൽ ഏജിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാണ്. ദി പീരീഡ് ബിറ്റ്വീൻ 5th and 15th centuries ഈസ് നോൺ ആസ് മെഡീവൽ പീരീഡ്. അത് മനസ്സിൽ വെക്കുക. ഇനി നമ്മൾ മെഡീവൽ പീരീഡിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വൺസ് അഗെയിൻ പീരീഡ് ബിറ്റ്വീൻ 5th and 15th century is known as medieval period. Next one, Eastern Roman Empire. The Eastern Roman Empire was the largest ancient empire. For administrative convenience, the Roman Empire divided the empire into two. Eastern Roman Empire one of the main feature largest ancient empire ആണ്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയിട്ട് റോമൻ എംപയർ ഇതിനെ രണ്ട് പാർട്ടാക്കി വെച്ചു. ഇൻ ഫോർത്ത് സെഞ്ചുറിയിൽ thus there emerged two Roman empires. So രണ്ട് റോമൻ എംപയേഴ്സ് അവിടെ വളർന്നു വന്നു. The Western Roman Empire with the capital at Rome and the Eastern Roman Empire with capital Constantinople. Western Roman Empire capital Rome and Eastern Roman Empire with its capital Constantinople. Earlier known as Byzantine. Constantinople earlier known as Byzantine. കോൺസ്റ്റാന്റിനോപ്പിളിനെ ബൈസാൻറ്റൈൻ ആയിരുന്നു വിളിച്ചത്. അതിൻ്റെ earlier name Byzantine ആയിരുന്നു. Hence the Eastern Roman Empire is called the Byzantine Empire. So the Eastern Roman Empire Byzantine Empire എന്നും അറിയപ്പെട്ടിരുന്നു. അപ്പോൾ why എന്ന് ചോദിച്ചാൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരും. Why Eastern Roman Empire is known as Byzantine Empire? അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് because of the capital of Eastern Roman Empire was Constantinople and the Constantinople was earlier known as Byzantine. Hence the Eastern Roman Empire was also known as Byzantine Empire. അപ്പം once again I am defining ഈ മെയിൻ പാരഗ്രാഫിൽ ഈ ഈസ്റ്റേൺ റോമൻ എംപയർ പാരഗ്രാഫിലുള്ളത് റോമൻ എംപയർ ഫസ്റ്റ് വൺ റോമൻ എംപയർ ഫീച്ചർ ലാർജസ്റ്റ് ഏൻഷ്യൻ എംപയർ. പിന്നെ അത് ഡിവൈഡ് ചെയ്തു ടു എംപയേഴ്സ് ആയിട്ട് വെസ്റ്റേൺ റോമൻ എംപയർ ആൻഡ് ഈസ്റ്റേൺ റോമൻ എംപയർ. പിന്നെ ഈ ഈസ്റ്റേൺ റോമൻ എംപയർ എന്തുകൊണ്ടാണ് ബൈസാൻറ്റൈൻ എംപയർ എന്ന് വിളിക്കുന്നത്? So once again the Roman Empire was the largest ancient empire ആയിരുന്നു. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിന് വേണ്ടിയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തു into two ഈസ്റ്റേൺ റോമൻ എംപയർ വെസ്റ്റേൺ റോമൻ എംപയർ വിത്ത് ക്യാപിറ്റൽസ് റോം ആൻഡ് കോൺസ്റ്റാന്റിനോപ്പിൾ. പിന്നെ ബൈസാൻറ്റൈൻ എംപയർ എന്ന് വിളിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ വരുന്നത് ദി ഒബ്സർവേഷൻ ഓഫ് വിൽ ഡ്യൂറൻറ്റ് അബൌട്ട് ജസ്റ്റീനിയൻ ദി ഫേമസ് ഈസ്റ്റേൺ റോമൻ എംപയർ ഇസ് ഗിവൻ എബൌട്ട്. എന്താണ് നോക്കാം. ഹിസ്റ്ററി വിൽ ജുഡീഷ്യസ്ലി ഫോർഗെറ്റ് ദി വേഴ്സ് ഓഫ് ജസ്റ്റീനിയൻ ആൻഡ് റിമെമ്പർ ഹിം ഫോർ ഹിംസ് ലോ. അപ്പോൾ ഹിസ്റ്ററി ഇനിയുള്ള കാലം ഫ്യൂച്ചർ നമ്മുടെ ജസ്റ്റീനിയൻ്റെ വാറിനെ കുറിച്ചൊക്കെ മറക്കും, പക്ഷെ അദ്ദേഹത്തിൻ്റെ ലോസിനെ കുറിച്ച് മറക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റീനിയൻ്റെ പിക്ചർ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് ജസ്റ്റീനിയൻ ദി റൂളർ. പിന്നെ ഈ ജസ്റ്റീനിയൻ്റെ ഇത് ലോസിനെ കുറിച്ച് പറയാൻ കാരണം ഹി ഗേവ് എൻ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ടു ദി മെഡീവൽ വേൾഡ്. എന്താ വെച്ചാൽ ഹി കോഡിഫൈഡ് ഓൾ എക്സിസ്റ്റിംഗ് റോമൻ ലോസ് ഇൻ ടു എ കോഡ് ഓഫ് ലോ. ഒരു കോഡ് ഓഫ് ലോ ആയിട്ട് റോമൻ ലോസിനൊക്കെ കോഡിഫൈഡ് ചെയ്തിരുന്നു. ഇൻ ദി നെയിം ഓഫ് കോപ്പസ് ജൂറി സിവിൽസ് ജസ്റ്റീനിയൻസ് കോഡ് ഇസ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് റീസണിങ് ജസ്റ്റിസ് ആൻഡ് ജനറോസിറ്റി. ഈ ജസ്റ്റീനിയൻസ് കോഡ് ഇസ് ബേസ്ഡ് ആണ്. കോഡ് മെയിൻലി ബേസ്ഡ് ആയത്
ജനറോസിറ്റി, റീസണിങ്, ജസ്റ്റിസ്. ഈ 3 കാര്യങ്ങൾക്കായിരുന്നു. മെനി നേഷൻസ് അഡോപ്റ്റഡ് ഇറ്റ് ഫോർ ഫ്രെയിമിംഗ് ദെയർ ലോസ്. പല രാജ്യങ്ങളും അവരവരുടെ ലോസ് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ജസ്റ്റീനിയൻ്റെ കോർപ്പസ് ജൂറിസ് സിവിൽസിൻ്റെ സഹായം തേടിയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കാമല്ലോ, ജസ്റ്റീനിയൻ ഇറ്റ്സ് എ ഗുഡ് കോഡ് ഓഫ് ലോ. അതിൻ്റെ മെയിൻ എക്സാമ്പിൾ നമ്മുടെ ഫ്രഞ്ച് റൂളർ നെപ്പോളിയൻ ആണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലോയുടെ ബേസായിട്ട് ഈ കോഡ് ഓഫ് ലോ യൂസ് ചെയ്തിരുന്നു. നെക്സ്റ്റ്, കോർപ്പസ് ജൂറിസ് സിവിൽസിനെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷനാണ്. 3 പാർട്സാണ്. ദി ബുക്ക് കണ്ടെയ്നിങ് ദി ലോസ് പ്രിവെയിൽഡ് ഇൻ റോമൻ എംപയർ. റോമൻ എംപയറിൽ പ്രിവെയിൽഡ് ആയിട്ടുള്ള ലോസ്. ദി ഡൈജസ്റ്റ്, ദി ബുക്ക് വിച്ച് റെക്കോർഡ്സ് ദി ഒപ്പീനിയൻ ഓഫ് ജൂറിസ് റിഗാർഡിംഗ് ദി ലോസ്. ഈ ലോസിനെ കുറിച്ച് ജൂറിസ്റ്റിൻ്റെ ഒപ്പീനിയൻസ്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ദി സ്മോൾ ബുക്ക് ഇൻറ്റൻഡ് ഫോർ ദി സ്റ്റഡി ഓഫ് ലോ. ലോസിൻ്റെ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ബുക്ക്. പിന്നെ ദി ഈസ്റ്റേൺ റോമൻ എംപയർ began to decline after Justinian. Constantinople collapsed. The capture of Constantinople by Turks in 15th century. Turks കോൺസ്റ്റാന്റിനോപ്പിൾ കൊളാപ്സ് ചെയ്തതോടെ, ക്യാപ്ചർ ചെയ്തു, അവർ പിടിച്ചടക്കിയതോടെ നമ്മുടെ റോമൻ എംപയർ കൊളാപ്സായി. പിന്നെ അവിടെ റോമൻ എംപയറിൻ്റെ ഒരു അവസാനമാണ് വരുന്നത്. അപ്പോൾ വൺസ് അഗെയിൻ റിവൈസിങ് Justinian's code of law. The main 3 parts of code of law were the court, the digest, the institute. പിന്നെ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ഡിക്ലിനേഷൻ. ദി കോഡ്, ദി ബുക്ക് കണ്ടെയ്നിങ് ലോസ് പ്രിവെയിൽഡ് ഇൻ റോമൻ എംപയർ. ദി ഡൈജസ്റ്റ്, ദി ബുക്ക് വിച്ച് റെക്കോർഡ്സ് ദി ഒപ്പീനിയൻ ഓഫ് ജൂറിസ് റിഗാർഡിംഗ് ദി ലോസ്. ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ദി സ്മോൾ ബുക്ക് ഇൻറ്റൻഡ് ഫോർ ദി സ്റ്റഡി ഓഫ് ലോ. പിന്നെ ഡിക്ലിനേഷൻ, ദി ഈസ്റ്റേൺ റോമൻ എംപയർ ബിഗൻ ടു ഡിക്ലൈൻ ആഫ്റ്റർ ജസ്റ്റീനിയന് ശേഷം ഡിക്ലൈൻ ആവാൻ തുടങ്ങി ബൈ ക്യാപ്ചർ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ടർക്സിൻ്റെ പിടിച്ചടക്കൽ കാരണം ഡിക്ലൈൻ ആവാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ ഈസ്റ്റേൺ റോമൻ എംപയർ കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ്, ഹോളി റോമൻ എംപയർ. അപ്പോൾ ദി വെസ്റ്റേൺ റോമൻ എംപയർ വിത്ത് ഇറ്റ് ക്യാപിറ്റൽ റോം കെയിം ടു ആൻ എൻഡ്. നമ്മുടെ വെസ്റ്റേൺ റോമൻ എംപയർ ഒരു അവസാനത്തിലേക്ക് വന്നതിനെ കുറിച്ച്. വെസ്റ്റേൺ റോമൻ എംപയർ ഓർമ്മയുണ്ട്, ഡിവൈഡ് ചെയ്തപ്പം ഒരു പാർട്ട് ഈസ്റ്റേണും ഒരു പാർട്ട് വെസ്റ്റേണും ആയിട്ട് ചേഞ്ച് ചെയ്തിരുന്നു. അപ്പം അതിൽ ക്യാപിറ്റൽ റോമായിട്ട് വന്നതാണ് വെസ്റ്റേൺ റോമൻ എംപയർ. അപ്പോൾ ഈ വെസ്റ്റേൺ റോമൻ എംപയർ ആണ് ഹോളി റോമൻ എംപയർ ആയി മാറിയതെന്ന് മനസ്സിലായി. അതെങ്ങനെയാണെന്ന് നോക്കാം. The Western Roman Empire, with its capital at Rome, came to an end due to the continuous invasion of Germanic tribes. ട്രൈബൽ പീപ്പിൾസിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻവാൻഷൻസും കൊളാപ്സിങ്ങും ഒക്കെ കാരണം, ക്യാപ്ചറിങ്ങും ഒക്കെ കാരണം ഈ വെസ്റ്റേൺ റോമൻ എംപയറിന് ഒരു അവസാനം കുറിച്ചു. അപ്പം അങ്ങനെ വന്നപ്പോൾ ദി റോമൻ ടെറിട്ടറീസ് ഓഫ് റോമൻ എംപയർ were captured by different nomadic tribes. അപ്പോൾ ഇതിൻ്റെ ടെറിട്ടറീസ് ഒക്കെ ഡിഫറെൻറ്റ് ട്രൈബ്സ് കൈയടക്കിയിരുന്നു. അപ്പോൾ വൺ ഓഫ് ദി മെയിൻ എമംഗ് ദം വാസ് ഫ്രാങ്ക്സ് ആണ് അതിൽ ഈ കൈയടക്കിയ കുറേ ട്രൈബ്സ്. നാടോടികൾ എന്നാണ് അർത്ഥം. നാടോടികളായ ട്രൈബ്സ് കൈയടക്കിയിരുന്നു. അതിൽ മെയിൻ ഫ്രാങ്ക്സ് ആണ്. ദി എംപയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഫ്രാങ്ക്സ് വാസ് ഫ്രാങ്കിഷ് എംപയർ. അപ്പം ഈ ഫ്രാങ്ക്സ് അവരുടെ എംപയറിന് ഫ്രാങ്കിഷ് എംപയർ എന്ന് പേര് കൊടുത്തു. ദി ഫേമസ് എംപറർ ഓഫ് ഫ്രാങ്കിഷ് എംപയർ വാസ് ഷാർലമീൻ ഓഫ് ദി കരോലിൻഷ്യൻ ഡൈനസ്റ്റി. കരോലിൻഷ്യൻ ഡൈനസ്റ്റിയിലെ ഫേമസ് റൂളർ ആയിരുന്നു ഷാർലമീൻ. കരോലിൻഷ്യൻ ഡൈനസ്റ്റി ഫ്രാങ്കിഷ് എംപയറിലെ ഒരു ഡൈനസ്റ്റി ആയിരുന്നു കരോലിൻഷ്യൻ ഡൈനസ്റ്റി. അതിൻ്റെ മെയിൻ എംപറർ ആയിരുന്നു ഷാർലമീൻ. മറന്നു പോകേണ്ട, ഷാർലമീൻ. ദി എംപയർ ഓഫ് ഷാർലമീൻ വാസ് ലാർജർ ദാൻ ഈസ്റ്റേൺ റോമൻ എംപയർ. ഈസ്റ്റേൺ റോമൻ എംപയറിനേക്കാൾ വളരെ വലുതായിരുന്നു ഷാർലമീൻ്റെ എംപയർ. As Charlemagne saved Pope Leo III, the spiritual head of Catholic Church, from the tribal attack of Lombards. As a token of gratitude, the Pope Leo crowned him as a Holy Roman Emperor. Hence, his empire came to be known as
ദി ഹോളി റോമൻ എംപയർ. അപ്പം ഷാലമീൻ്റെ എംപയർ ഹോളി റോമൻ എംപയർ ആയിട്ട് മാറാൻ കാരണം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, ഷാലമീൻ സേവ്ഡ് പോപ്പ് ലിയോ III. പോപ്പ് ലിയോ മൂന്നാമൻ, ദി സ്പിരിച്വൽ ഹെഡ് ഓഫ് കാത്തോലിക് ചർച്ച്. കാത്തോലിക് ചർച്ചിലെ സ്പിരിച്വൽ ഹെഡിനെ ഷാലമീൻ സേവ് ചെയ്തു. എന്തിൽ നിന്ന്? അറ്റാക്ക് ഓഫ് ലംബാർഡ്സിൻ്റെ അറ്റാക്കിൽ നിന്ന്. സോ ആസ് എ ഗ്രാറ്റിറ്റ്യൂഡ് ദി പോപ്പ് ലിയോ ക്രൗൺഡ് ഹിം ആസ് എ ഹോളി റോമൻ എംപയർ. അതിൻ്റെ ഒരു നന്ദി പ്രകടിപ്പിക്കാനായിട്ടാണ് പോപ്പ് ലിയോ ഇതിനെ നമ്മുടെ ഷാലമീനെ ഹോളി റോമൻ എംപറർ എന്ന ഒരു പോസ്റ്റിൽ ക്രൗൺ, ഒരു പട്ടം നൽകിയത്. സോ ഷാലമീൻ ഹോളി റോമൻ എംപറർ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഭരിക്കുന്ന എംപയറും ഹോളി റോമൻ എംപയർ എന്ന് പേര് വരും. സോ ഒന്നുകൂടെ പറയാം, പോപ്പ് ലിയോ മൂന്നാമനെ, ദാറ്റ്സ് പോപ്പ് ലിയോ III എന്ന സ്പിരിച്വൽ ഹെഡ് ഓഫ് കാത്തോലിക് ചർച്ച്. കാത്തോലിക് ചർച്ചിലെ സ്പിരിച്വൽ ഹെഡിനെ ലംബാർഡ്സിൻ്റെ അറ്റാക്കിൽ നിന്നും രക്ഷിച്ചതിൻ്റെ നന്ദിയായിട്ട് ഷാർലമീനെ ഹോളി റോമൻ എംപയർ എന്ന പട്ടം കൊടുത്ത് അദ്ദേഹം നന്ദി പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ ഹോളി റോമൻ എംപററിൻ്റെ രാജ്യം ഹോളി റോമൻ എംപയറായി മാറുകയാണ്. അങ്ങനെയാണ് ഫ്രാങ്കിഷ് എംപയർ ഹോളി റോമൻ എംപയറായി മാറിയത്. നെക്സ്റ്റ്, ഷാർലമീൻ്റെ കുറച്ച് ഫീച്ചേഴ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് ഫീച്ചേഴ്സ് ഒക്കെയാണ് പറയുന്നത്. ലെറ്റ്സ് ലുക്ക്. Charlemagne was a great conqueror as well as an efficient administrator. He brought almost all of the Western European region under his sway. He expanded his empire through political alliance and matrimonial relations. He introduced centralized administration in his empire. Local administration was entrusted to officers known as counts. To keep an effective check upon the activities of counts, he created a secret department named Mici Dominici. Relief funds were created for helping the poor. A network of educational institutions was established under the leadership of Charlemagne. The resultant intellectual awakening was known as Carolingian Renaissance. With the death of Charlemagne, the Frankish Empire was gradually collapsed. അപ്പോൾ ഇതിനെ നമുക്ക് നോക്കാം. ഷാർലമീൻ വാസ് എ ഗ്രേറ്റ് കോൺക്വറർ ആസ് വെൽ ആസ് ആൻ എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേറ്റർ. ഒരു ഗ്രേറ്റ് കോൺക്വറർ ആയിരുന്നു, എഫിഷ്യൻറ്റ്, ആ കോൺക്വർ ചെയ്ത രാജ്യത്തെയൊക്കെ എഫിഷ്യൻ്റായിട്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനും അറിയായിരുന്നു. ഹി ബ്രൗട്ട് ഓൾമോസ്റ്റ് ഓൾ ഓഫ് ദി വെസ്റ്റേൺ യൂറോപ്യൻ റീജിയൻസ് അണ്ടർ ഹിസ് വേ. ഒരുവിധം എല്ലാ വെസ്റ്റേൺ യൂറോപ്യൻ റീജിയൻസും അദ്ദേഹത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്നിരുന്നു ഷാർലമീൻ. He expanded his empire through political alliance and matrimonial relations. സംബന്ധം വഴിയും പൊളിറ്റിക്കൽ അലയൻസ് വഴിയും അദ്ദേഹത്തിൻ്റെ എംപയറിനെ വലുതാക്കിക്കൊണ്ടേയിരുന്നു. He introduced centralized administration in his empire. ആകെ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ were entrusted to officers known as counts. കൗണ്ട്സ് എന്ന് പറയുന്ന ഓഫീസേഴ്സിനായിരുന്നു ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നത്. മാത്രമല്ല ഈ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കൊടുത്ത കൗണ്ട്സിനെ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റഡ് എ സീക്രട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു സീക്രട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു, മിക്കി ഡൊമിനിക്കി എന്ന് പറഞ്ഞിട്ടുള്ള. പിന്നെ റിലീഫ് ഫണ്ട്സ് were created for helping the poor. പാവപ്പെട്ടവരെ ഹെൽപ്പ് ചെയ്യാൻ റിലീഫ് ഫണ്ട്സ് ഉണ്ടായിരുന്നു. എ നെറ്റ്വർക്ക് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് were established under the leadership of Charlemagne. ഷാർലമീൻ്റെ അണ്ടറിൽ എഡ്യൂക്കേഷണൽ നെറ്റ്വർക്ക്സ് ഉണ്ടായിരുന്നു, എഡ്യൂക്കേഷണൽ ഒരു നെറ്റ്വർക്ക് തന്നെ ഉണ്ടായിരുന്നു. അതിനൊക്കെ കാരോലിൻഷ്യൻ റിനൈസൻസ് എന്ന് പറയുന്നു. വിത്ത് ദി ഡെത്ത് ഓഫ് ഷാർലമീൻ ദി ഫ്രാങ്കിഷ് എംപയർ വാസ് ഡിവൈഡഡ് ആൻഡ് ഗ്രാജുവലി കൊളാപ്സ്ഡ്. ഇദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടെ, ഷാർലമീൻ്റെ മരണത്തോടുകൂടെ, ഇത്രയും നന്നായി ഭരിച്ചിരുന്ന ഒരാൾ പോയതോടുകൂടെ അത് തകർന്നു. നമ്മുടെ എംപയർ, ഫ്രാങ്കിഷ് എംപയർ ഒട്ടാകെ തകർന്നു, ഹോളി റോമൻ എംപയർ, ആൻഡ് ഗ്രാജുവലി കൊളാപ്സ്ഡ്, ഡിവൈഡ് ചെയ്ത് കൊളാപ്സ് ആയിപ്പോയി. പിന്നെ നമ്മുടെ ഷാർലമീൻ്റെ ഫോട്ടോ ഇതാ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹി വാസ് എ ഗ്രേറ്റ് ലീഡർ, he was a great administrator and a great leader
of Holy Roman Empire. Next one, we want to study the Arab Empire. Arab Empire. The region which include Iraq, Iran and Saudi Arabia was known as Arabia. The Saudi Arab Empire നീണ്ടു നിൽക്കുന്ന എക്സ്റ്റെൻഡ് ചെയ്യുന്ന റീജിയൻസ് ആണ് പറയുന്നത് ഇറാഖ്, ഇറാൻ, സൗദി അറേബ്യ. ഈ 3 സ്ഥലങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അറബ് എംപയർ വന്നത്. അറബ് എംപയർ. The Arabia made outstanding contribution to medieval world. Medieval worldന് വളരെ നല്ല കോൺട്രിബ്യൂഷൻസ് ആണ് അറബ് എംപയർ അറേബ്യ നൽകിയത്. The contribution of Arabs in the realm of culture was already discussed in previous classes. നമ്മൾ പ്രീവിയസ് ക്ലാസ്സസിൽ അറബ്സിൻ്റെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചൊക്കെ പഠിച്ചതാണ് 8th-ലും 7th-ലും ഒക്കെ. In the political sphere also they contributed a lot. പൊളിറ്റിക്കൽ സ്ഫിയറിലും അവർ കുറേ കോൺട്രിബ്യൂഷൻസ് നടത്തിയതാണ്. അടുത്തത് ദി ഗ്രേറ്റ് ഹെഡ് ഓഫ് അറബ് സ്റ്റേറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്. മുഹമ്മദ് ദി പ്രോഫറ്റ് ഓഫ് ഇസ്ലാം. ഇസ്ലാം മതത്തിൻ്റെ പ്രോഫറ്റ്, ഇസ്ലാം മതത്തിൻ്റെ നബി മുഹമ്മദ് നബി വാസ് ദ ഹെഡ് ഓഫ് സ്റ്റേറ്റ് അറേബ്യ. അറേബ്യ എംപയറിൻ്റെ അറബ് സ്റ്റേറ്റിൻ്റെ ഹെഡ് മുഹമ്മദ് ദി പ്രോഫറ്റ് ഓഫ് ഇസ്ലാം വാസ് ദി ഹെഡ് ഓഫ് അറബ് സ്റ്റേറ്റ്. After the death of Prophet Muhammad in 632 CE, Common Era 632, Prophet Muhammad's ഡെത്തിന് ശേഷം അറേബ്യ വാസ് റൂൾഡ് ബൈ കാലിഫ്സ് ആയിരുന്നു അറേബ്യ റൂൾ ചെയ്തത്. ഡ്യൂറിങ് ദിസ് റീജിയൻ ദി അറബ് വാസ് വെരി വേഴ്സ്റ്റ്, വിച്ച് ഇൻക്ലൂഡ് റീജിയൻസ് ഫ്രം ഏഷ്യ മൈനോർ ടു അറേബ്യൻ സീ. ദ ക്യാപിറ്റൽ വാസ് മദീന. ഏഷ്യ മൈനോർ ടു അറേബ്യൻ സീ വരെ എക്സ്റ്റെൻഡ് ചെയ്ത റീജിയൻ ആയിരുന്നു ഇത്. അവരുടെ ക്യാപിറ്റൽ മദീന ആയിരുന്നു. ആഫ്റ്റർ ദി ഏർലി കാലിഫ്സ് അറേബ്യ വാസ് റൂൾഡ് ബൈ ഉമയ്യദ് ഡൈനസ്റ്റി. ഏർലി കാലിഫ്സിന് ശേഷം ഉമയ്യദ് ഡൈനസ്റ്റിയാണ് അവരെ ഭരിച്ചിരുന്നത്. ദേ ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ അറേബ്യ. അറേബ്യയിൽ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ കൊണ്ടുവന്നു. ദി ഗോൾഡ് കോയിൻ ദിനാർ ആൻഡ് ദി സിൽവർ കോയിൻ ദിർഹം വെ ഇഷ്യൂഡ് ബൈ ഉമയ്യദ്സ്. ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഗോൾഡ് കോയിൻസും പിന്നെ സിൽവർ കോയിൻ ദിനാർ ഇപ്പോഴും നമ്മൾ അറബ് സ്റ്റേറ്റ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത് ഉമയ്യദ് ഡൈനസ്റ്റി ആയിരുന്നു. ദെയർ ക്യാപിറ്റൽ വെർ ഡമസ്കസ്. ആഫ്റ്റർ ദി ഉമയ്യദ് ദി അബ്ബാസിഡ്സ് കെയിം ഇൻ ദ റൂളർ. ഡ്യൂറിങ് ദിസ് പീരീഡ് ദി അബ്ബാസിഡ്സ് ക്യാപിറ്റൽ വാസ് ഷിഫ്റ്റഡ് ടു ബാഗ്ദാദ്. അബ്ബാസിഡ് ക്യാപിറ്റൽ ബാഗ്ദാദിലേക്ക് മാറ്റിയിരുന്നു. ഇനി വൺ ഓഫ് ദി ഫേമസ് അബ്ബാസിഡ് റൂളറിനെ കുറിച്ചാണ് പറയുന്നത്. ദി മോസ്റ്റ് ഫേമസ് റൂളർ ഓഫ് അബ്ബാസിഡ് ഡൈനസ്റ്റി വാസ് ഹാറൂൺ അൽ റഷീദ്. He was most famous ruler of Arab Empire, Abbasid dynasty all. As a benevolent ruler, he implemented many welfare measures. It was during his period that hospitals were established in Arabia for first time. First time Arabia hospitals established ചെയ്തിരുന്നത് ഹാറൂൺ അൽ റഷീദിൻ്റെ ടൈമിലായിരുന്നു. And the judicial administration was based on principles of Islam and the rule was strictly observed. ഇസ്ലാമിക് റൂൾസുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു നമ്മുടെ പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ റൂൾസൊക്കെ സ്ട്രിക്ട്ലി അതിൻ്റെ റൂൾസ് ആരെങ്കിലും തെറ്റിച്ചിരുന്നെങ്കിൽ നല്ല ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു റൂൾസ് തെറ്റിക്കുന്നതിനെയൊക്കെ കുറിച്ച്. പിന്നെ പീപ്പിൾ വെർ ഫ്രീ ടു ട്രാവൽ എനിവേർ. എവിടെ യാത്ര ചെയ്യാനും പീപ്പിൾ ഫ്രീ ആയിരുന്നു വിത്തൗട്ട് ഫിയർ. അങ്ങനെ ഹാറൂൺ അൽ റഷീദിന് കുറേ കോൺടാക്ട്സ് ഉണ്ടായിരുന്നു. അംബാസിഡേഴ്സിനെയൊക്കെ പാലസ് ഓഫ് ഷാർലമേനിലേക്ക് അയച്ചിട്ടുമുണ്ട്. നെക്സ്റ്റ് ദി ഓട്ടോമൻ എംപയർ. വാട്ട് ഈസ് ദി റീസൺ ഫോർ ദി ഡൗൺഫോൾ ഓഫ് ഈസ്റ്റേൺ റോമൻ എംപയർ? ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ തകർച്ചയ്ക്ക് കാരണം എന്താണ്? വിത്ത് ദി ക്യാപ്ചർ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ഇൻ 1453. അത് നടപ്പിലാക്കിയത് ദ ടർക്കിഷ് ലീഡർ മുഹമ്മദ് II. ദി ഓട്ടോമൻ എംപയർ വാസ് strengthened by then many territories of Eastern Roman Empire had become a part of Ottoman Empire. The Ottoman Empire reached a zenith during the time of Suleiman. അപ്പോൾ ഓട്ടോമൻ എംപയർ ആയിരുന്നു നമ്മുടെ മുഹമ്മദ് II ആണ് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള യൂറോപ്യൻ സിറ്റീസൊക്കെ അദ്ദേഹത്തിൻ്റെ കീഴിൽ വന്നിട്ടുണ്ടായിരുന്നു. റോമൻ എംപയറിൽ പല ടെറിട്ടറീസും അദ്ദേഹത്തിൻ്റെ കീഴിൽ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അതൊക്കെ ഓട്ടോമൻ എംപയറിൻ്റെ പാർട്ടായിരുന്നു. എന്നാൽ ഓട്ടോമൻ എംപയർ റീച്ച്ഡ് സെനിത് ഡ്യൂറിങ് ദി ടൈം ഓഫ് സുലൈമാൻ ആയിരുന്നു മെയിൻ
മുഹമ്മദ് ടു അല്ലാതെ വേറൊരു മെയിൻ ലീഡർ സുലൈമാൻ ആയിരുന്നു. ഹി വാസ് കോൾഡ് as അൽ കാനൂനി, ദി ലോ ഗിവർ. സുലൈമാൻ, ദി റൂളർ സുലൈമാൻ വാസ് ഓൾസോ നോൺ ആസ് അൽ കാനൂനി. അൽ കാനൂനി എന്ന നാമത്തിൽ കൂടെ സുലൈമാൻ ദി ലോ ഗിവർ എന്ന നാമത്തിൽ, അൽ കാനൂനി ദി ലോ ഗിവർ എന്ന നാമത്തിൽ കൂടെ അറിയപ്പെട്ടിരുന്നു. ബിക്കോസ് ഓഫ് ഹി കോഡിഫൈഡ് ദി ഓട്ടോമൻ ലോസ്. ഓട്ടോമൻ ലോസ് ഒക്കെ അവർ കോഡിഫൈഡ് ചെയ്തിരുന്നത് സുലൈമാൻ ആയിരുന്നു. സോ ഹി വാസ് ഓൾസോ നോൺ ആസ് അൽ കാനൂനി. ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ എംപയർ. എംപയറിൽ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആണ് അദ്ദേഹം നൽകിയത്. Thus the European realized the military strength of Asia through the Ottoman rulers. The Ottoman Empire disintegrated after the First World War. യൂറോപ്യൻസ് ഏഷ്യയുടെ മിലിറ്ററി പവർ തിരിച്ചറിഞ്ഞത് ഓട്ടോമൻ എംപയറിലൂടെയാണ്. അവർ നല്ല മിലിറ്ററി പവർ ഉള്ള ആൾക്കാരായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആഫ്റ്റർ ദി ഫസ്റ്റ് വേൾഡ് വാർ ദി ഓട്ടോമൻ എംപയർ disintegrated. Next, the main empire was the Mongol Empire, new one. Mongolia is the region between Russia and China and Central Asia. Here he is defining the features of Mongol Empire and the characteristics of region and all. It was between Russia and China, and a region is characterized by vast meadows, deserts and mountains. താഴ്വരകളും മലകളും ഒക്കെ, മലനിര പ്രദേശങ്ങളൊക്കെ ആയിരുന്നു മംഗോളിയ എംപയറിൻ്റെ മെയിൻ. നാച്ചുറൽ ബ്യൂട്ടി എന്നൊക്കെ പറയും, ഡെസേർട്ട്സും ഉണ്ടായിരുന്നു. ദി ക്ലൈമറ്റ് ഓഫ് മംഗോളിയൻ ഇസ് എക്സ്ട്രീം. ഒരു നോർമൽ ക്ലൈമറ്റ് അല്ലായിരുന്നു മംഗോളിയ എംപയറിൽ. which was an extreme climate, severely hot in summer and extremely cold in winter. സമ്മർ സീസണിൽ ഭയങ്കര ചൂടായിരിക്കും, എന്നാൽ വിൻ്റർ സീസണിൽ അതിനേക്കാൾ തണുപ്പ്. ആ ഒരു അവസ്ഥയായിരുന്നു മംഗോളിയ ക്ലൈമറ്റിന്. ദി മംഗോൾസ് were nomads who lived in tents. മംഗോൾസ് നൊമാഡ്സ് ആയിരുന്നു, നാടോടികളായിരുന്നു, ടെൻസിലൊക്കെ താമസിച്ചിരുന്നത്. They were different tribes among the Mongols who always roamed around on horses. ഹോഴ്സസിൽ ഇങ്ങനെ എപ്പോഴും റോമിങ് ചെയ്ത് നടക്കുന്ന മംഗോൾസ് ഉണ്ടായിരുന്നു. It was Genghis Khan who unified them and found the Mongolian Empire. മംഗോളിയൻ എംപയർ ഫൗണ്ട് ചെയ്തതും അവരെയൊക്കെ ഒന്നിപ്പിച്ചതും ജംഗിസ് ഖാൻ, ദി റൂളർ ജംഗിസ് ഖാൻ. മംഗോളിയൻ എംപയർ ഫൗണ്ട് ചെയ്തതും അദ്ദേഹമാണ്. The seat of Genghis Khan was at Karakoram on the banks of river Onon in Siberia. സൈബീരിയയിൽ റിവർ ഓണോൻ്റെ അടുത്ത് കാരാക്കോറം എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു ജംഗിസ് ഖാൻ്റെ സീറ്റ്. ദി ചീഫ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫീച്ചേഴ്സ് ഓഫ് മംഗോൾ ആർമി വാസ് ഇറ്റ്സ് സ്ട്രോങ് കാവലറി. മംഗോൾ ആർമിയുടെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സ്ട്രോങ് കാവലറി ആയിരുന്നു. അപ്പോൾ നമ്മുടെ മംഗോൾ ആർമിക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഹോഴ്സ് കാവലറി ഉണ്ടായിരുന്നു. പിന്നെ ദി മെയിൻ അട്രാക്ഷൻ ഓഫ് മംഗോൾ ആർമി വാസ് ദി സ്മോൾ കനോൺസ് വിച്ച് കുഡ് ബി യൂസ്ഡ് വൈൽ സിറ്റിംഗ് ഓൺ ഹോഴ്സ് ബാക്ക്. ഹോഴ്സ് ബാക്കിൽ ഇരുന്നു കൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്മോൾ കനോൺസ് അതിന് വേറൊരു ഉദാഹരണമായിരുന്നു, ഒരു ഫീച്ചറായിരുന്നു മംഗോൾ ആർമിയുടെ. ഗംഗിസ് ഖാൻ ഓൾസോ മെയിൻറ്റെയിൻഡ് എ വെൽ ഓർഗനൈസ്ഡ് ആസ്പനേജ് ടു കണക്ട് ദി ഡിസ്റ്റൻറ്റ് പ്ലേസസ് ഓഫ് എംപയർ. പിന്നെ ഒരു കൊറിയർ സർവീസിനെ കുറിച്ചാണ് പറയുന്നത്. ദി മംഗോളിയൻ ഇൻട്രൊഡ്യൂസ്ഡ് പോസ്റ്റൽ സിസ്റ്റം യൂസിങ് ഹോഴ്സസിനെ യൂസ് ചെയ്തിട്ട് പോസ്റ്റൽ സിസ്റ്റം നടത്തി. ദിസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വാസ് നോൺ ആസ് കൊറിയർ എന്നായിരുന്നു പറയാറ്. ദി കൊറിയർ സിസ്റ്റം വാസ് ഓഫ് ജംഗിസ് ഖാൻ വാസ് സ്പീഡി ആൻഡ് എഫക്റ്റീവ്. സ്പീഡിയും എഫക്റ്റീവുമായ ഒരു കൊറിയർ സിസ്റ്റം ആയിരുന്നു ജംഗിസ് ഖാൻ്റേത്. സോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഇതിൻ്റെ ഈ ചാപ്റ്റർ 2 പാർട്ടായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, ഇനി സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ വരും. പിന്നെ നമ്മൾ കുറച്ച് ലേറ്റായി പോയി, നോ പ്രോബ്ലം, വി ക്യാൻ റിക്കവർ ഇറ്റ്. പിന്നെ ഇന്ന് നമ്മൾ മംഗോൾ എംപയർ വരെ ഏതൊക്കെയാണ് എടുത്തതെന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. റോമൻ എംപയർ, ഹോളി റോമൻ എംപയർ, അറബ് എംപയർ, മംഗോൾ എംപയർ, അതൊക്കെയാണ് നമ്മളിന്ന് ഓട്ടോമൻ എംപയർ. ഈ എംപയേഴ്സിനെ കുറിച്ച് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തു. സോ എല്ലാവരും നല്ലോണം റിവൈസ് ചെയ്യുക. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹോം, ആൻഡ് ഐ വിഷ് യു ടു ഹാവ് എ നൈസ് ഡേ. And it's me signing off from Bright Future Tuition channel. So
Have a nice day. Thank you.